മക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് വന്നത്. സംഭവത്തിലുള്ളൂ, സി മാർക്ക് ഇനി അത്ര എളുപ്പമുള്ള പരിപാടിയല്ല, എളുപ്പത്തിൽ കിട്ടൂല എന്നാണ് പറയാൻ പറ്റിയത്. പക്ഷെ നിങ്ങൾക്കൊരു സന്തോഷത്തിനുള്ള വകുപ്പുണ്ട്. അപ്പോൾ എൻ്റെ SLC മക്കളോടാണ്, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ ഒന്നും നോക്കണ്ട, കണ്ണ് മുറുക്കിയിട്ട് നമ്മുടെ ചാനൽ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, മാക്സിമം കൂട്ടുകാരിലേക്ക് എത്തിച്ചോ. അപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ നിലവിലെ സി മാർക്കിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് അറിയാലോ. അതായത് 40 മാർക്കിൻ്റെ പരീക്ഷ ഉണ്ടല്ലോ. ഈ 40 മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ 10 മാർക്ക് സി മാർക്കായിട്ട് നിങ്ങൾക്ക് കിട്ടാറുണ്ട്. അതായത് 40 + 10 50ലാണ് പരീക്ഷ ഉണ്ടാവുക. ഓക്കെ, ഇതിൽ 15 മാർക്ക് കിട്ടിയാൽ നമ്മൾ പാസ്സാവും, 45 മാർക്ക് കിട്ടിയാൽ നമുക്ക് A+ ആയി. ഇതാണ് ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ നിലവിൽ നമുക്കൊരു സിസ്റ്റം ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു 8ാം ക്ലാസ്സിലെ മക്കൾക്ക്. അപ്പം പിന്നെ അതുപോലെ 80 മാർക്കിൻ്റെ പരീക്ഷയാണ്, നിങ്ങൾക്ക് അറിയാലോ. 80ൽ 20 മാർക്ക് സി മാർക്കായിട്ട് വരും. അപ്പം 100 മാർക്കിൽ പരീക്ഷ വരും. ഒരു 30 മാർക്ക് കിട്ടിയാൽ നിങ്ങൾ പാസ്സാകും, 90 മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് A+ കിട്ടും. ഓക്കെ, ഇത് പാസ് മാർക്കാണ് 15ഉം അതുപോലെ 30. A+ മാർക്കാണ് ഈ 45ഉം അതുപോലെ 90 എന്ന് പറയുന്നത്. ഓക്കെ, 90ഉം A+ മാർക്കാണ്. പൊതുവേ ഉള്ളൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഈ 20 മാർക്കും 10 മാർക്കൊക്കെ വെറുതെ ഫ്രീ ആയിട്ട് അങ്ങ് കൊടുക്കും. ടീച്ചേഴ്സൊക്കെ ലിസൺ, അത്രയും കുരുത്തക്കേട് കളിച്ച് ഒരു ക്ലാസ്സിലും കയറിയില്ല, ഒരു എക്സാമിനും നല്ല മാർക്ക് സ്കോർ ചെയ്തില്ല, അത്രയും നമ്മൾ പറയില്ലേ, അങ്ങേയറ്റം ഇടക്കായി കഴിഞ്ഞാൽ മാത്രമേ 1 മാർക്കൊക്കെ കുറയ്ക്കുള്ളൂ. പൊതുവേ നിങ്ങൾക്ക് സി മാർക്ക് എന്ത് ചെയ്യും, ഫുൾ മാർക്ക് ഇട്ട് തരാറാണ് പതിവ്. അപ്പം നിലവിലൊരു സർക്കുലർ വന്നു, ഇനി മുതൽ സി മാർക്ക് അങ്ങനെ കൊടുക്കണ്ട, അതായത് വെറുതെ കൊടുക്കണ്ട. ഇപ്പോൾ എന്താ ചെയ്യുക, കറക്റ്റ് ഇവാലുവേഷൻ എന്ന് വെച്ചാൽ പീരിയോഡിക്കായിട്ട് ടെസ്റ്റ് നടത്തി, ക്ലാസ് ടെസ്റ്റ്, യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ നടത്തി, നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന്, ഓൺ എക്സാമിന് മാർക്കൊക്കെ കൂട്ടുമായിരിക്കും. ഇതെല്ലാം നോക്കിയിട്ട് കണ്ടിന്യൂസ് ഇവാലുവേഷൻ ടെസ്റ്റ്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ള മാർക്ക് കൊടുത്താൽ മതി എന്നാണ് പുതിയ ഓർഡർ വന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. കാരണം ഈ 20ഉം 10ഉം വെച്ചിട്ടാണ് നമുക്ക് A+ കറക്റ്റായിട്ട് കിട്ടുക. അതായത് 35 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും A+ ആണ്, 70 മാർക്ക് കിട്ടിയാലും A+ ആണ്. അങ്ങനെ 70 + 20 90 ആകും. അപ്പോൾ ഇങ്ങനെ A+ കിട്ടണമെങ്കിൽ ഈ സി മാർക്ക് നമുക്ക് മുഴുവനായിട്ട് വേണം, ഫുൾ ഔട്ട് ഓഫ് ഫുൾ വേണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കിത് ബാധകമല്ല. ഈ വർഷത്തെ 2025 SSLC എഴുതുന്ന ഈ മക്കൾക്ക് ഇത് ബാധകമല്ല. അപ്പോൾ നമുക്ക് എപ്പോഴാണ് ഇത് പ്രശ്നം വെച്ചാൽ നമുക്കിത് പ്രശ്നമാവുന്ന കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ പറയില്ലേ, ഹാപ്പിയായി. ഇതാർക്കാ പ്രശ്നം? ഇപ്പോഴത്തെ 8ാം ക്ലാസ്സുകാർക്ക്. ഇപ്പം നിലവിലെ 8th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് ബാധകമാണ്. അവർക്ക് പാസ്സാകാൻ മിനിമം മാർക്കും വേണം, സി മാർക്കും വേണം. അപ്പോൾ ആരെങ്കിലും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് പഴയ സിസ്റ്റം തന്നെയാണ്. സി മാർക്കിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് അത്യാവശ്യം ലിബറലായിട്ട് തന്നെ ആയിരിക്കും സി മാർക്ക് തരിക. നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കാൻ ഇപ്പോഴത്തെ ടീച്ചേഴ്സ് നിൽക്കില്ല, അത്യാവശ്യം മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് കണ്ട് ബേജാറാവണ്ട. സി മാർക്കിൻ്റെ ഈ ഒരു കടുംപിടുത്തം അല്ലെങ്കിൽ ഈ പിടിച്ചു വെക്കുന്ന പരിപാടി ഇത് ഇപ്പോഴത്തെ 8ാം ക്ലാസ്സുകാർക്ക് മാത്രമേ ഉള്ളൂ. SLCയിൽ ഇപ്പോഴത്തെ മക്കളത് ബാധിക്കുന്ന കാര്യമേ അല്ല. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇനിയും കൂടുതൽ വിവരങ്ങൾ അപ്ഡേറ്റുമായിട്ട് നിങ്ങളെ കാണാൻ വേണ്ടി വീണ്ടും വരും. അപ്പം നല്ലൊരു കമൻറ്റ് കൂടെ പാസ്സാക്കുക. എന്ത് സംഭവിക്കും ഇനി എങ്ങാനും നിങ്ങൾക്ക് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകില്ലേ? ഓക്കെ, മാത്രമല്ല നിങ്ങളുടെ കൺസേൺസ്, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയും. അതൊക്കെ ക്ലിയർ ചെയ്ത് തരാൻ ഞങ്ങളുടെ ടീം ഇവിടെ കൂടെയുണ്ട്. അപ്പോൾ താങ്ക് യു, ബൈ. ഇനിയും കാണാം. സി യു.